ചേച്ചി, സിദ്ദിഖിന്റെ പുതിയ വാദം വന്നിരിക്കുന്നു ജാമ്യാപേക്ഷയിൽ. തന്നെ കുരുക്കാൻ കൂട്ടുനിന്നത് WCC ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല ധന്യ. അതായത് അമ്മ എന്ന സംഘടനയും WCC എന്ന സംഘടനയും തമ്മിലുള്ള ഒരു ചേരിപ്പോര്, അതിന്റെ ഇരയാണ് താനെന്നാണ് ഇപ്പോൾ സിദ്ദിഖ് വാദിക്കുന്നത്. അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വാദിക്കുന്ന ഒരു പോയിന്റാണിത്. അത് സീനിയർ അഭിഭാഷകനായ മുകുൾ റോത്തഗിയുടെ ജൂനിയറായ രഞ്ജിത റോത്തഗിയാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. അപ്പോൾ സിദ്ദിഖ് പറയുന്നത്, സിദ്ദിഖ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിദ്ദിഖിന് വേണ്ടി വാദിക്കുന്നവരും പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടിയുടെ പഴയകാല ചരിത്രങ്ങൾ പറഞ്ഞിട്ടായിരുന്നു വാദിച്ചിരുന്നത്. അപ്പോൾ ഹൈക്കോടതി അത് നേരത്തെ തന്നെ തള്ളിയതാണ്. ഇതൊന്നും സിദ്ദിഖിന് ജാമ്യം കൊടുക്കാനുള്ള കാരണങ്ങളല്ല. അവരുടെ പഴയ കാലമോ ഇത്രയും വൈകിയതോ ഒന്നും അതിനുള്ളൊരു കാരണമല്ല. എത്ര നാൾ വൈകിയായാലും ആ പെൺകുട്ടി പറഞ്ഞ പരാതിയിൽ കഴമ്പുണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിയെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് പഴയ ഒരു കാര്യം ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. കുറച്ച് നാൾ മുൻപ് 2018 മറ്റോ ആണെന്ന് തോന്നുന്നു സിദ്ദിഖ് പറഞ്ഞത്, 20 വർഷം വരെ ഒന്നും കാത്തു നിൽക്കരുത്, ഒരു സ്ത്രീക്ക് നേരെ ഒരു ഉപദ്രവം ഉണ്ടായാൽ അപ്പോൾ തന്നെ കരണം അടിച്ചു പൊളിക്കണം എന്നാണ് സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. കുറച്ച് വൈകിട്ട് കർണത്തടിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കർണത്തടി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആദ്യം പരാതി പോകുന്നതിന് മുന്നേ തന്നെ സ്വന്തമായി തന്നെ അതിന് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി 2 സംഘടനകളുടെ ചേരിപ്പോരിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായി എന്ന് വാദിച്ചാൽ പോലും ആ പെൺകുട്ടി പറയുന്ന വാദങ്ങൾ നിലനിൽക്കുന്നതാണ്, പെൺകുട്ടിയുടെ പരാതി ജെന്യുവിനാണ് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സിദ്ദിഖിൻ്റെ ഈ വാദമൊന്നും വിലപ്പോവില്ല. സിദ്ദിഖിന് ജാമ്യം കിട്ടില്ല, ഉടനെ തന്നെ അറസ്റ്റും നടക്കും. ചിലപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ചിലപ്പോൾ നടന്നേക്കാമെന്ന് അതുവരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ധന്യ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? വെള്ളിയാഴ്ചയാണ് സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സിദ്ദിഖ് ഇപ്പോൾ അമ്മയും WCCയും തമ്മിലുള്ള ഒരു വലിയൊരു പോരിവിടെ നടക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വനിതകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് WCC. അപ്പോൾ ഈ WCC ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷം വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായ സമയത്താണ് ഈ അമ്മ സംഘടനയിൽ നിന്ന് കൂട്ടരാജി ഉണ്ടാകുന്നത്. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ടില്ല, പഠിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞ് തലയൂരിയാണ് സിദ്ദിഖ് രക്ഷപ്പെട്ടത്. പക്ഷെ പിന്നീട് എല്ലാവർക്കും കൂടെ രാജിവെച്ച് ഇതിൽ നിന്ന് വലിയ ഭിന്നിപ്പുണ്ടായി പോകേണ്ടി വന്നു. ഇപ്പോൾ ഇവർ തമ്മിലുള്ള WCCയും ഈ അമ്മ സംഘടനയും തമ്മിലുള്ള ഒരു ചേരിപ്പോരാണ് തന്നെ ഇതിലേക്ക് ഇരയായി വലിച്ചിട്ടത് എന്നാണ് സിദ്ദിഖ് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരിടത്തും കേട്ടിട്ടില്ല WCCയും ഈ അമ്മ സംഘടനയും തമ്മിലൊരു ചേരിപ്പോരുണ്ട് എന്നത്. WCC പോരാടുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ദിലീപാണ്. ദിലീപിനൊപ്പം നിന്ന് സഹായിച്ച സിദ്ദിഖിനെ അവർ ടാർഗറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല ഈ നടി അതിൽ നമുക്ക് ഇപ്പോൾ പല വാദങ്ങളുണ്ടായി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുടെ ഭാഗമായാണ് നടി ആക്രമിക്കപ്പെട്ടതെന്നൊരു വിഭാഗവും, മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് വളച്ചൊടിക്കപ്പെട്ടതെന്നും 2 ആരോപണങ്ങൾ. പക്ഷേ ദിലീപിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ സിനിമയിലെ ദിലീപിനെ ഇല്ലാതാക്കണമെന്ന് പറയുന്നതല്ല. ഈ WCCയുടെ ഒരു ഫോർമേഷൻ തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഇവർ വാദിക്കുന്നത് പോലെ നടി ആക്രമിക്കപ്പെട്ട കേസ് ദിലീപിനെ ഒതുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ രീതിയിൽ കൊണ്ടുപോയതെന്നാണെങ്കിൽ അപ്പോൾ ഈ വാദിക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നുന്നില്ല. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് അതിന്റെ തുടർ ചർച്ചകൾക്കിടയിലാണ് അമ്മ പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്, അമ്മയുടെ ഭരണസമിതി. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ ഒരു നീക്കം തന്നെ ആലോചിച്ച് നോക്കൂ. അത് പിരിച്ചുവിടപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇവർ വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ അമ്മ ഭാരവാഹികൾ അല്ലേ, സിദ്ദിഖും ജോമോൾ, ജയൻ ചേർത്തല, ഇവരെല്ലാം ചേർന്നൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പം അതെല്ലാം മാധ്യമപ്രവർത്തകരെയും മറ്റു ചോദ്യങ്ങൾ ഉന്നയിച്ചവരെ ഒന്ന് തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നില്ല. അതേ തുടർന്ന് തന്നെ ജഗദീഷിന്റെ പ്രതികരണം വന്നായിരുന്നു ആ പ്രസ് മീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പൊ ഈ വിരുദ്ധ ചേരി അവിടെ തന്നെ പ്രകടമായി ഉണ്ടായിരുന്നു. അപ്പൊ അത് അമ്മയും WCCയും തമ്മിലുള്ള ഒരു പോരെന്നല്ല, അമ്മയ്ക്കുള്ളിൽ തന്നെ
പല അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അല്ല, അമ്മയ്ക്കുള്ളിൽ നേരത്തെ തന്നെ ഈ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയില്ല എന്ന് പറഞ്ഞ് തന്നെ ഒരു ചേരി തിരിവുണ്ടായിരുന്നു. അതിന്റെ പേരിൽ പലരും അമ്മയിൽ നിന്ന് രാജിവെച്ച് പോകുന്ന ഒരു രീതി നമ്മൾ കണ്ടിരുന്നത്. പിന്നീട് നിവർത്തി കെട്ടാണ് ദിലീപിനെ മനസ്സോടെയാണെങ്കിൽ അമ്മ സംഘടനയിൽ നിന്ന് പലരും ഒഴിവാക്കിയത്. ഇപ്പോൾ ഇവിടെ WCCയും അമ്മയും ഇതിലേക്ക് പിടിച്ചിടുന്നതിന്റെ ഈ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ നടിയല്ല, ഈ അതിജീവിത, അങ്ങനെ തന്നെ പറയാം, ഈ അതിജീവിത ഇതിനു മുന്നേയും ഫേസ്ബുക്കിലൂടെ അവർക്ക് പറയുവാനുള്ള കാര്യങ്ങൾ അവർ പലരെയും അറിയിച്ചതാണ്. സിനിമാ സംഘടനയിൽ അവർ പരാതി കൊടുത്തതാണ്. നിയമപരമായി അവർ നേരിട്ടില്ല, അത് ഇപ്പോഴെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ഇതിനു മുന്നേയും ആവർത്തിച്ച് സിദ്ദിഖിനെതിരെ പറഞ്ഞതാണ്. അന്ന് ഇവരാരും ചെവി കൊണ്ടിട്ടില്ല, അന്ന് WCC തുടങ്ങിയിട്ടില്ല. അപ്പോൾ WCCയുടെ അമ്മയുടെ പേര് പറഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് തടി ഊരാനുള്ള ശ്രമമാണ് സിദ്ദിഖ് ഇതിലൂടെ നടത്തുന്നത്. സിദ്ദിഖിനെ സംബന്ധിച്ച് സിദ്ദിഖ് പറയുന്നത് തെളിവുകളില്ല, പോലീസ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചില്ല, പോലീസ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമെന്നും കോടതിയിൽ ആ ജാമ്യാപേക്ഷ പോലീസ് നൽകുന്ന കാര്യങ്ങളാണ് തെളിവെടുപ്പിൽ ഹൈക്കോടതിക്ക് പല കാര്യങ്ങളും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജാമ്യാപേക്ഷ നിഷേധിച്ചത്. കാര്യം കൂടെ, സിദ്ദിഖിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കൈമാറിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ അറസ്റ്റ് ഉണ്ടാവുമെന്ന് ഭയപ്പെടുന്നു. പറഞ്ഞ കാരണങ്ങളാണ് സുപ്രീം കോടതിയിൽ. 65 വയസ്സുള്ള സീനിയർ സിറ്റിസൺ ആണെന്നും പേരക്കുട്ടി ഉൾപ്പെടെയുള്ള കുടുംബത്തിലെ അംഗമാണ് സിദ്ദിഖ് എന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്ന്. സിദ്ദിഖിന് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നത് അടക്കമുള്ള വിവരങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഇത് വളരെ രസകരമായിട്ട്, ഈ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തത് കൊണ്ട് പീഡനമല്ലാതാകുമോ? അതിൽ 65 വയസ്സുണ്ട് ഇപ്പോൾ, പേരക്കുട്ടിയുമുണ്ട്. ഇതൊക്കെയാണ് ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് അവളുടെ പ്രായം, അവൾക്ക് അച്ഛൻ അമ്മ കുടുംബം എല്ലാം അവൾക്കും ഉണ്ടായിരുന്നു. അതൊന്നും അന്ന് സിദ്ദിഖിന് ബാധകമല്ല. ഇന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് സിദ്ദിഖിന് ഭയമുണ്ടെങ്കിൽ അന്ന് തെറ്റ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി ഒറ്റപ്പെട്ട് അവളെ കെട്ടിയിട്ട് അവളെ ഉപയോഗിച്ചപ്പോൾ, അവളെ ഒരു ഉപഭോഗ വസ്തുവായി സിദ്ദിഖ് കണ്ടപ്പോൾ അവളുടെ കണ്ണിലെ ഭയം സിദ്ദിഖ് കണ്ടില്ല. അന്ന് സിദ്ദിഖിന് ഇതൊരു ആനന്ദമായിരുന്നു. അന്ന് അയാളുടെ സുഖങ്ങൾക്കുള്ള ഒരു വസ്തു മാത്രമായിരുന്നു ഈ പെൺകുട്ടി. ഇന്ന് ഭയമുണ്ട്. ഇന്ന് 65 വയസ്സായ സിറ്റിസൺ ആണ് സിദ്ദിഖിന്. ആ സമയത്ത് പ്രതികരിച്ച് ഇന്നലെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ 65 ആണെങ്കിൽ ആ സമയത്ത് ഒരു 50-52 വയസ്സുണ്ടാവും. അന്നും കൊച്ചുമക്കൾ എനിക്ക് തോന്നി ഈ സമയത്തായിരിക്കും കല്യാണം. പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ ഒരു മകളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരം ഒരു അനുഭവം ആ പെൺകുട്ടിക്ക് ഉണ്ടാവുന്നത് ഈ മനുഷ്യന് ചിന്തിക്കാനാവുമായിരുന്നു. ഇല്ല, കാരണം സിദ്ദിഖിന്റെ കാര്യം പുറത്തു വന്നപ്പോൾ ഒരുപാട് കമന്റുകൾ, ആളുകൾ പലവിധമാണ്. പക്ഷെ ചില കമന്റുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആദ്യ ഭാര്യയെ ചവിട്ടിക്കൊന്നതാണ്, ആദ്യ ഭാര്യയുമായി ഇയാൾ അതിന്റെ ഉപദ്രവിച്ചതിന്റെ ശാപമാണ്, ആളുകൾ അങ്ങനെ പറയും. അപ്പോ അത്തരത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ അമ്മയുടെയും WCCയുടെയും തലയിലേക്ക് ചാരിയിട്ടിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ഞാൻ പറയുന്നത് സിദ്ദിഖിന് സുപ്രീം കോടതിയിലും ജാമ്യം ലഭിക്കരുത്, അറസ്റ്റ് ചെയ്യണം. കാരണം ഈ സിദ്ദിഖിനെ പോലെ പെൺകുട്ടികളെ ഉപഭോഗ വസ്തുവായി കാണുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം. എത്ര വലിയ ഉന്നതനാണെങ്കിലും, എത്ര പണമുള്ളവനാണെങ്കിലും, എത്ര സ്വാധീനമുള്ളവനാണെങ്കിലും, നിയമവ്യവസ്ഥയിൽ ഒരു പെണ്ണ് യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടാൻ ജെന്യുവിനായാണ് ആ പെണ്ണ് പറയുന്ന കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അവളെ അപമാനിച്ചവനെ, അവളെ വേദനിപ്പിച്ചവനെ, അവളെ പീഡിപ്പിച്ചവനെ കൃത്യമായിട്ട് ശിക്ഷ കിട്ടിയേ മതിയാകൂ. അതിന് സിദ്ദിഖിന്റെ ശിക്ഷ ഒരു പാഠമാകണം. അതെ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാണ്. ഇന്നിപ്പോ വ്യാഴാഴ്ച, തിങ്കളാഴ്ച പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷകർ രംഗത്തുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിദ്ദിഖിന്റെ അഭിഭാഷക രഞ്ജിത റോത്തഗി സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്തും നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി, അത് ഇന്നലെ രാത്രിയാണ് കത്ത് കൈമാറിയിരിക്കുന്നത്. ഈ ആവശ്യം ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സുപ്രീം കോടതി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ വാദങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും സിദ്ദിഖിന് ജാമ്യം കിട്ടുമെന്ന് സുപ്രീം കോടതിയും സിദ്ദിഖിനെ കൈയൊഴിയുമെന്ന്. അങ്ങനെ ജാമ്യം കിട്ടിയാൽ ആ പെൺകുട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് കരഞ്ഞതിന്, അല്ലിപ്പോട്ടെ അവിടെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ആ പെൺകുട്ടി കരയണ്ട, ആ പെൺകുട്ടി സ്വയം വേദനിച്ചതിന്, ആ പെൺകുട്ടി 22 വയസ്സ് മുതൽ അനുഭവിച്ച വേദനകൾക്ക്, അത് ആലോചിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേച്ചു. ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടിട്ട് നമ്മളെ ഒരാൾ ശാരീരികമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയം, നമ്മുടെ ബസ്സിൽ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരാൾ നമ്മുടെ ദേഹത്ത് തൊട്ടാൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഞെട്ടുന്നു, നമുക്ക് ഭയം ഉണ്ടാവുന്നു. ഒരു സെക്കൻഡ്, അത് കഴിഞ്ഞ് നമ്മൾ പ്രതികരിക്കുന്നു.
അതിൽ വേറൊരു കാര്യം, എല്ലാവരും പെൺകുട്ടികൾ പ്രതികരിച്ചുകൂടെ എന്ന് എപ്പോഴും ചോദിക്കും. പെട്ടെന്ന് പെൺകുട്ടികൾ പൊതുവെ ഫ്രീസ് ആയി പോകും. അതെ, എന്ത് ചെയ്യണമെന്ന് അറിയാം, അത് ഒരു ഘടകം. പിന്നൊന്നും എന്തറിയാമോ, അവര് മോശമായിട്ടല്ല, അവരറിയാതെ തട്ടിയതാണോ എന്നൊരു ചിന്ത പല പെൺകുട്ടികൾക്കുണ്ട്. ഇനി നമ്മൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവരറിയാതെയാണ് ചെയ്തതെങ്കിൽ അത് മോശമല്ലേ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് ഘടകങ്ങളാണ്. വേറൊരു കാര്യമുണ്ട് ചേച്ചി, നമ്മളെ ഇത്തരത്തിൽ ആരെങ്കിലും തൊടുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ നമ്മളൊന്ന് പ്രതികരിച്ചാൽ ആ ബസ്സിലിരിക്കുന്ന പല സ്ത്രീകളും നമുക്കെതിരാകും. മര്യാദക്ക് ഇരിക്കാത്തത് കൊണ്ടായിരിക്കും അയാൾ കയറി പിടിച്ചത്. നമുക്ക് മിണ്ടാതിരുന്നില്ല, പിടിച്ചെങ്കിൽ അതൊക്കെ മര്യാദക്ക് ആ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് മിണ്ടാതിരിക്കണം. ഇപ്പൊ നാട്ടുകാരുടെ അറിഞ്ഞില്ല, കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ പല സ്ത്രീകളും സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവരെ ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പോയി വഴങ്ങി കൊടുത്തിട്ടുണ്ട്, എനിക്കതുകൊണ്ട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, നിങ്ങളും അങ്ങനെയൊക്കെ പോകൂ, എങ്കിലേ നിങ്ങൾക്ക് അവസരം കിട്ടും എന്ന് പറയുന്നവരും സിനിമാ ലോകത്തുണ്ട്. അല്ല, ഇവർ ഈ പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്യുമ്പോൾ പറയുന്നത് അതാണല്ലോ, നീ അല്ല ഇവിടെ ആദ്യത്തെ ആള് ഇങ്ങനെ വരുന്നത്, നീ അല്ല ആദ്യത്തെ ഇര, നീ അല്ല ആദ്യമായി പീഡിപ്പിക്കപ്പെട്ടവൾ. അല്ല, ഇര പീഡിപ്പിക്കപ്പെട്ടെന്നല്ല അവർ പറയുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്ന. ഇവിടെ എത്രയോ പേര് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നീയും അതുപോലെ തന്നെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് മറ്റു പെണ്ണുങ്ങൾ തന്നെ. അതെ, തീർച്ചയായിട്ടും പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയാണ്. പക്ഷെ ഇവിടെ വില്ലൻ സിദ്ദിഖാണ്. ആ പെൺകുട്ടി വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്, സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും സിദ്ദിഖിന് അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ വേണം. അറസ്റ്റിനെ ഭയപ്പെടുന്നു എന്ന് സിദ്ദിഖ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭയം സിദ്ദിഖ് അനുഭവിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും പല സിനിമകളിലും കണ്ടിട്ടില്ലേ, വില്ലൻ അവസാനം ഭയപ്പെട്ട് ഓടി ഒളിക്കുന്ന സിദ്ദിഖ് തന്നെ ചെയ്തിട്ടുള്ള പല കഥാപാത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അവസ്ഥ ഇപ്പൊ സിദ്ദിഖ് നേരിട്ട് അനുഭവിക്കും. അതെ, തീർച്ചയായിട്ടും.